പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ അർബൻ എക്കണോമിക്സിന്റെ മൊഡ്യൂൾ 1 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 3 അവസാനിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇതിൽ നമ്മൾ പാർട്ട് 4 ആണ് അർബൻ ഗ്രോത്ത്. അർബൻ ഗ്രോത്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ പോപ്പുലേഷൻ ഓഫ് അർബൻ ഏരിയ ഇൻക്രീസ്. അർബൻ ഏരിയയിലെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെ എന്താ പറയുക, അതിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനെ അർബൻ ഗ്രോത്ത് എന്ന് പറയാം. ദിസ് റിസൾട്ട് ഫ്രം അർബനൈസേഷൻ വിച്ച് ഈസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം അർബൻ റൂറൽ ഏരിയാസ് ടു അർബൻ ഏരിയ. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലെ ആളുകൾ അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, മൂവ്മെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ അർബൻ ഏരിയയിലെ പോപ്പുലേഷൻ കൂടാൻ കാരണം. അർബൻ ഗ്രോത്ത് മേ ലീഡ്സ് ടു റൈസ് ഇൻ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ത് ചെയ്യും, ഇതിന്റെ ഭാഗമായിട്ട് റൈസ് ചെയ്യും. മേ ലീഡ്സ് ടു റൈസ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. അർബൻ ഗ്രോത്ത് ഈസ് ആൾസോ റെഫേർസ് ടു ആസ് എ എക്സ്പാൻഷൻ ഓഫ് മെട്രോപൊളിറ്റൻ ആൻഡ് സബർബൻ ഏരിയ ഇൻ ടു ദ സറൗണ്ടിങ് എൻവറോൺമെന്റ്. സറൗണ്ടിങ് എൻവറോൺമെന്റിൽ അർബൻ ഗ്രോത്ത് കൊണ്ട് മെട്രോപൊളിറ്റൻ എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ തന്നെ സബർബൻ ഏരിയയും ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ ഇൻഡിക്കേറ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് എ കൺട്രീസ് എക്കണോമിക് കണ്ടീഷൻ ആസ് ദ എഫക്ട് ഓഫ് അർബൻ ഗ്രോത്ത് ഡയറക്ട്ലി ഇമ്പാക്ട് കൺട്രീസ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഇൻക്രീസ് ചെയ്യുന്നതിന്, അത് ഗ്രോത്ത് ചെയ്യുന്നതിന് അതിന്റെ എഫക്ട് കാരണമാകുന്നുണ്ട്. സ്റ്റേറ്റ് കൺട്രീസ് എക്കണോമിക് കണ്ടീഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. Urbanization, the size distribution of cities, the concentration of people and economic activities urban areas may increase either because of aged migration from rural to urban area and because of economic growth in terms of both population and output. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പോപ്പുലേഷനും എക്കണോമിക് ആക്ടിവിറ്റിയും അർബൻ ഏരിയയിലേക്ക് മാറി. അതിന് കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ് എയ്തർ ബിക്കോസ് ഓഫ് ഏജന്റ് മൈഗ്രേറ്റ് ഫ്രം റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഓർ ബിക്കോസ് എക്കണോമിക്സ് ഗ്രോസ് ഇൻ ടേംസ് ഓഫ് ബോത്ത് പോപ്പുലേഷൻ ആൻഡ് ഔട്ട്പുട്ട്. പോപ്പുലേഷനിലും ഔട്ട്പുട്ടിലും എക്കോണമീസ് ഗ്രോസ് ചെയ്തു, വിച്ച് റിസൾട്ട് ഇൻ അർബൻ ആസ് വെൽ ആസ് റൂറൽ ഏരിയ. അതിന് റിസൾട്ട് അർബനിലും ഉണ്ടാവും ആസ് വെൽ ആസ് റൂറൽ ഗ്രോത്തിലുണ്ടാവും. ദ പ്രോസസ് ഓഫ് അർബൻ ഗ്രോത്ത് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ സൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിറ്റീസ്. അർബൻ ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് ക്ലോസ്ലി റിലേറ്റ് ചെയ്യുന്നത് സൈസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിറ്റി, സിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ, ഒരു സിറ്റിയിലുള്ള വിവിധ കാര്യങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് അർബൻ ഗ്രോത്ത് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അർബനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സിറ്റിയിലുള്ള കാര്യങ്ങളുടെ ഡിസ്ട്രിബ്യൂഷനുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അത് വളരെ ക്ലിയർ കട്ട് ആയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു അർബനൈസേഷൻ പ്രോസസ്സ് കൂടുതലായിട്ടുണ്ട്. അപ്പോഴാണ് ആളുകൾ ആവശ്യത്തിന് സിറ്റിയിലേക്ക് വരിക എന്ന് പറയുന്നത്. അവിടുത്തെ സൗകര്യങ്ങൾ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, എല്ലാ ഫെസിലിറ്റിയും ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ആളുകൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുക. Urbanization and national economic growth. There are three logical and necessary characteristics of urban economic growth historically. ആയിട്ട് അർബൻ എക്കണോമിക് ഗ്രോത്തിന് 3 പ്രധാനപ്പെട്ട നെസസറി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന്, ഇൻക്രീസ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി മെയ്ഡ് പോസിബിൾ ബൈ വാട്ടർ, സ്റ്റീം ആൻഡ് ഫോസിൽ ഫ്യൂവൽ പവേർഡ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതിന് വാട്ടർ, സ്റ്റീം ആൻഡ് ഫോസിൽ ഫ്യൂവൽ പവേർഡ് ഇൻഡസ്ട്രിയുടെ വളർച്ച. ഇൻക്രീസ്ഡ് മെക്കനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ മെഷീന്റെ ഉപയോഗം കൂടുന്നത്, വ്യവസായവൽക്കരണം കൂടുന്നതൊക്കെ ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാണ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്മെന്റ്. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. വാട്ടർവേസ്, റെയിൽവേസ്, ഓവറാൾ ഇൻക്രീസ് മൊബിലിറ്റി ആൻഡ് റീ ഓറിയന്റേഷൻ ഓഫ് എക്കണോമിക് പവർ ഇൻ ദ നാഷണൽ, സ്പെഷ്യലി ഓവറാൾ ഇൻക്രീസ് മൊബിലിറ്റി, ഒരു മൂവ്മെന്റ് കൂടും. റീ ഓറിയന്റേഷൻ ഓഫ് എക്കണോമിക് പവർ നാഷണലിന്റെ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. മോഡേൺ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ വളർച്ച, ബ്രോഡ്ബാൻഡ് സിസ്റ്റം, അതർ ഡീറ്റെയിൽ കൺവേയൻസ് ഒക്കെ ഈ സിറ്റിയുടെ ഭാഗമായിട്ട്, ഈ അർബനൈസേഷൻ അർബൻ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് വളർച്ച നേരിടും. ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, ലിങ്ക്ഡ് ടു ഇൻഡസ്ട്രിയൽ, ട്രാൻസ്പോർട്ടേഷൻ, ബിഹേവിയർ ആൻഡ് സയന്റിഫിക് അഡ്വാൻസ് കൊണ്ട്, പല ടെക്നോളജിക്കൽ അഡ്വാൻസ് കൊണ്ട് തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്ത് തന്നെ കൃഷി ആവശ്യത്തിന് വർക്ക് ചെയ്യുന്ന ഒരു രാജ്യം. എന്നാൽ ഇന്ത്യയെക്കാളും കൂടുതൽ പ്രൊഡക്ടിവിറ്റി അമേരിക്കയിലുണ്ട്. ഓവർ ദ ഡിക്കേഡ്സ് there has been persistent decline the number of farms and incremental gains in yields. നമ്പർ ഓഫ് ഫാം കുറഞ്ഞാൽ ഇൻക്രിമെന്റൽ ഗെയിൻ, ഈൽഡ് കൂടുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അർബനൈസേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാതെ ആ ഡെവലപ്പിംഗ് പ്രോസസ്സുള്ള കൺട്രീസ്, ആണ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയാം. 1950 പല രാജ്യങ്ങളും കോളനിവൽക്കരണത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് മാറുകയാണ്. ഇപ്പൊ ഇന്ത്യക്ക് 1947 മോസ്റ്റ് ഓഫ് ദിസ് കൺട്രി ഫാൾ അണ്ടർ ദ ഡെവലപ്പിംഗ് കൺട്രി കാറ്റഗറി. ഇവരെല്ലാം ഡെവലപ്പിംഗ് കൺട്രി കാറ്റഗറിയിലാണ്. 1950 റാപ്പിഡ് ഗ്രോത്ത് ഇൻ അർബനൈസേഷൻ ആസ് ഒക്കേർഡ് ഇൻ ദിസ് കൺട്രി. ഈ രാജ്യങ്ങൾ 1950 റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ഒക്കർ ചെയ്തു.
ദീസ് ആർ ദ കൺട്രീസ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക, ആഫ്രിക്ക ആൻഡ് ഏഷ്യ. ഈ കൺട്രീസ് സൗത്ത് അമേരിക്കയിൽ, ആഫ്രിക്കയിൽ, ഏഷ്യയിലൊക്കെ ലൊക്കേറ്റ്. ദർ ആർ 2 ഫോളോയിങ് മെയിൻ കോസസ് ഓഫ് അർബനൈസേഷൻ ഇൻ ദിസ് കൺട്രി. ഈ കൺട്രിയിലെ അർബനൈസേഷൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന് റൂറൽ ടു അർബൻ മൈഗ്രേഷൻ, റൂറലിൽ നിന്നും അർബണിലേക്കുള്ള മൈഗ്രേഷൻ. ആളുകൾ കൂടുതലായിട്ട് റൂറലിലുള്ള പോപ്പുലേഷൻ പ്രഷർ കൊണ്ട് കൂടുതൽ ആളുകൾ അർബണിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ലാക്ക് ഓഫ് റിസോഴ്സ് റൂറൽ ഏരിയയിൽ റിസോഴ്സിന്റെ ലാക്കും. അതേപോലെ നാച്ചുറൽ ഇൻക്രീസ് ഈസ് കോസ്ഡ് ബൈ ഡിക്രീസ് ഇൻ ഡെത്ത് റേറ്റ് വൈ ബർത്ത് റേറ്റ് റിമെയിൻ ഹൈ. ഡെത്ത് റേറ്റ് പല കാരണങ്ങൾ കൊണ്ട്, ഹൈ ഹെൽത്ത് ഫെസിലിറ്റി കൊണ്ടൊക്കെ ഡെത്ത് റേറ്റ് കുറയും, ബർത്ത് റേറ്റ് റിമെയിൻ ഹൈ നിൽക്കുകയും ചെയ്തുകൊണ്ട് പോപ്പുലേഷൻ കൂടി. അതിന്റെ ഭാഗമായിട്ട് അർബണിലേക്ക് ആളുകൾ കൂടുതലായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ഫീച്ചേഴ്സ് ഓഫ് അർബനൈസേഷൻ ഡെവലപ്പിംഗ് കൺട്രി. ഡെവലപ്പിംഗ് കൺട്രീസിലെ അർബനൈസേഷന്റെ ഫീച്ചേഴ്സ്: ഫാസ്റ്റ് ഗ്രോത്ത് ഇൻ അർബൻ പോപ്പുലേഷൻ. അർബൻ പോപ്പുലേഷന്റെ ഫാസ്റ്റ് ഗ്രോത്ത്, കൂടുതലായിട്ട് അവിടെ പോപ്പുലേഷൻ കൂടാൻ തുടങ്ങി. മെയിൻലി ഇൻക്രീസ് റേറ്റ് ഓഫ് മൈഗ്രേഷൻ പീപ്പിൾ ഫ്രം റൂറൽ ടു അർബൻ ഏരിയയിൽ കൂടുതൽ ആളുകൾ മൂവ്മെന്റ് കൊണ്ട്. ലാർജ് ഇൻക്രീസ് ഇൻ ദ ബിഗ് ടൗണുകൾ എന്ത് ചെയ്ത് ലാർജ് ഇൻക്രീസ് ചെയ്തു. അനദർ ഫീച്ചർ ഓഫ് അർബൻ ദാറ്റ് ഈസ് there has been substantial increase in the population of big town. റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ അർബനൈസേഷന്റെ ഭാഗമായിട്ട് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഉണ്ടാകാൻ തുടങ്ങി. ഓരോ പ്രദേശങ്ങളും ഓരോ സ്ഥലങ്ങളും തമ്മിലുള്ള, ഓരോ റീജിയനുകൾ തമ്മിലുള്ള ഡിസ്പാരിറ്റീസ് ഇൻക്രീസ് ചെയ്യും. ഫാൾ ഇൻ അഗ്രികൾച്ചർ ഔട്ട്പുട്ട് ഫാൾ ചെയ്യാൻ തുടങ്ങി. ഈ കാര്യങ്ങളാണ് അർബൻ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.